ഞാൻ വിളിച്ചപേക്ഷിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. എനിക്ക് വേണ്ടി എല്ലാം ചെയ്തു തരുന്ന എൻ്റെ ദൈവത്തെ തന്നെ. നമുക്കൊരു നിമിഷം കണ്ണുകളെ നടച്ച് ശാന്തമായിട്ട് നമ്മുടെ ഹൃദയത്തിലേക്ക് കരങ്ങളൊന്ന് ചേർത്ത് വെച്ച് നമ്മുടെ മനസ്സ്, നമ്മുടെ ചിന്തകൾ, വിചാരങ്ങളെല്ലാം നമ്മുടേതായിട്ടുള്ള എല്ലാം, നമുക്കുള്ളതെല്ലാം ഇന്ന് ജീവിക്കുന്ന തമ്പുരാൻ്റെ തിരുസന്നിധിയിലേക്ക് ഏറ്റവും വിശ്വാസത്തോടും ഏറ്റവും നിർമ്മല മനസ്സാക്ഷിയോടും കൂടെ ഒരു പിഞ്ചു കുഞ്ഞിനെ പോലെ അപ്പൻ്റെ സന്നിധിയിലേക്ക് ഓടി അണയുന്ന ഒരു കുഞ്ഞിനെ പോലെ ആബാപിതാവിൻ്റെ സന്നിധിയിലേക്ക് നമ്മുടെ അവസ്ഥകളിൽ നിന്ന് നമുക്ക് ചേർത്ത് വയ്ക്കാം. അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി എല്ലാം ചെയ്തു തരുന്ന എൻ്റെ ദൈവത്തെ തന്നെ. സങ്കീർത്തനക്കാരൻ ഹൃദയം തുറന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്നതാണ് 57-ാം സങ്കീർത്തനം 2-ാം തിരുവചനം. മഹോന്നതനായ ദൈവത്തെ, അത്യുന്നതനായ ദൈവത്തെ, സൃഷ്ടാവായ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുവാൻ, അവിടുത്തെ ആരാധിക്കുവാൻ, അവിടുത്തെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ ഇതാ ഒരു ദിവസം പോലെ നമ്മുടെ ജീവിതത്തിൽ ദൈവം ആയുസ്സും ആരോഗ്യവും നീട്ടി തന്നു. ദൈവമേ, നിന്റെ അനന്തമായ കാരുണ്യത്തിന് നന്ദി പറയുകയാണ്. അപ്പാ, എന്നെ സ്തുതിക്കുകയാണ്. അനേകം മക്കൾ ആഗ്രഹിച്ചിട്ടും ഇന്ന് കടന്നു വരാൻ പറ്റാത്ത അവസ്ഥയുണ്ട്. പ്രിയപ്പെട്ടവർ അപകടത്തിൽപ്പെട്ട് ഹോസ്പിറ്റലിലായപ്പോഴവർക്ക് കടന്നു വരാൻ പറ്റാത്ത അവസ്ഥയുണ്ട്. മറ്റു പലവിധ കാരണങ്ങളാലും ഇന്ന് തമ്പുരാന്റെ സന്നിധിയിൽ വരാൻ പറ്റാത്ത ആളുകളുണ്ട്. എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഇതാ എന്നെ പേര് ചൊല്ലി വിളിച്ച് എൻ്റെ ദൈവം, പെറ്റമ്മയേക്കാൾ അധികമായി എൻ്റെ കുഞ്ഞിനെ ഞാൻ സ്നേഹിക്കുന്നു എന്ന് പറയുന്ന ദൈവം, ഈ ലോകത്ത് ആരൊക്കെ ഉപേക്ഷിച്ചാലും മാറ്റി നിർത്തിയാലും യാതൊരു വിധത്തിൽ നിന്ന് ഞാൻ ഉപേക്ഷിക്കുകയോ മാറ്റി നിർത്തുകയോ അവഗണിക്കുകയോ ഇല്ല എന്ന് പറഞ്ഞിരിക്കുന്ന ദൈവം, മാറോട് ചേർത്തണച്ച് അവന്റെ സ്നേഹം കൊണ്ട് നിറച്ച്, കരുണ കൊണ്ട് നിറച്ച്, എല്ലാ സ്വർഗീയ സമ്പത്തിന്റെയും അനുഗ്രഹങ്ങളുടെയും ദാതാവായ പൊന്നുതമ്പുരാൻ സമർത്ഥമായി നമ്മെ അനുഗ്രഹിക്കുവാൻ ഇതാ നമ്മോട് കൂടെ. ഇമ്മാനുവേലായി ദൈവം നമ്മോട് കൂടെയുണ്ട്. പൂർണ്ണമായും അത് വിശ്വസിക്കുക മക്കളെ, പൂർണ്ണമായും വിശ്വസിക്കുക. ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ചെറിയ സമൂഹമാണ് ഇത്. നിങ്ങൾ എന്നെ തെരഞ്ഞെടുക്കുകയല്ല, മറിച്ച് ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തു കൊണ്ടുവന്നതാണ് എന്ന് തമ്പുരാന്റെ വചനം പറയുന്നത്. ദൈവം തെരഞ്ഞെടുത്തു കൊണ്ടുവന്ന മക്കളാണ് നമ്മൾ ഓരോരുത്തരും. ദൈവത്താൽ ആകർഷിക്കപ്പെട്ട് ദൈവത്തെ ആരാധിക്കുവാനായിട്ട്, ദൈവത്തെ കണ്ടെത്തുവാനായിട്ട് ദൈവവിധ നമ്മളെ തൻ്റെ സന്നിധിയിലേക്ക് പേര് ചൊല്ലി വിളിച്ച് ചേർത്ത് പിടിച്ചിരിക്കുകയാണ്. നീ ആയിരിക്കുന്ന അവസ്ഥയെ പൂർണ്ണമായിട്ടും വിശ്വാസത്തോടെ സമർപ്പിക്കുക. കഴിഞ്ഞ മണിക്കൂർ വരെ നീ എന്തായിരുന്നു എന്നുള്ളതല്ല, നീ അതൊരു പുതിയ കാര്യം എനിക്കും നിനക്കും വേണ്ടി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ദൈവം. ആ ദൈവം നമ്മളെ വെറും കൈയോടെ പറഞ്ഞയക്കത്തില്ല. സമർത്ഥമായി അനുഗ്രഹിക്കുന്ന ദൈവത്തിന്റെ തിരുസന്നിധിയിലാണ് നമ്മളായിരിക്കുക. കർത്താവിനെ അന്വേഷിക്കുന്നവർക്കൊന്നിനും കുറവുണ്ടാവുകയില്ല എന്ന് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നു. കർത്താവിനെ അന്വേഷിച്ച് കണ്ടെത്തുന്ന ഒരു അനുഭവമാണ് ആരാധനയിലൂടെ നമ്മൾ സ്വായത്തമാക്കേണ്ടത്. ആ അനുഭവത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ
നമ്മിൽ നിന്ന് സകല ഭയവും കർത്താവ് എടുത്തു മാറ്റി. എല്ലാ കെട്ടുകളെയും അഴിച്ച് ബന്ധനങ്ങളെ തകർത്ത് യഥാർത്ഥ ഒരു ദൈവ പൈതലായി ഞാൻ രൂപാന്തരപ്പെട്ടു. അങ്ങനെ ദൈവമക്കൾക്കടുത്ത സ്വാതന്ത്ര്യത്തോടെ ദൈവത്തെ ആരാധിക്കുവാൻ, ദൈവത്തെ സ്തുതിക്കുവാൻ ഇന്ന് ദൈവം ഇടവരുത്തും. അതിന് നമ്മുടെ ഭാഗത്തു നിന്ന് ചെയ്യേണ്ടത് നമ്മൾ ചെയ്യണം. കർത്താവിൻ്റെ ഭാഗത്തു നിന്ന് ചെയ്യേണ്ടത് കർത്താവ് ചെയ്യും. ഹൃദയം തുറന്ന്, അധരം തുറന്ന് സൃഷ്ടാവായ ദൈവത്തെ സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തില് വലിയ ഒരു സന്തോഷം അലയടിക്കുന്നത്, സ്വർഗത്തിലെ ദൈവദൂതന്മാരുടെ ഇടയിൽ വലിയൊരു ആനന്ദം അലയടിക്കുന്നത്, അതിൻ്റെ പ്രതിഫലനം നമുക്ക് ഭൂമിയിലായിരിക്കുന്ന നമുക്ക് അനുഭവിക്കുവാനായിട്ട് സാധിക്കും. കർത്താവ് തിരഞ്ഞെടുത്ത ഈ ഭവനത്തിൽ നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ അനാദിയിലെ ദൈവത്തിന്റെ പദ്ധതിയുടെ ഭാഗമായ ഈ ഇടം ദൈവ സാന്നിധ്യത്താൽ നിറഞ്ഞു നിൽക്കുന്ന ഇടമാണ്. ഇവിടെ ആയിരുന്നു കൊണ്ട് ദൈവത്തെ ആരാധിക്കുമ്പോൾ ദൈവം തന്റെ വാഗ്ദാനം നിറവേറ്റുകയാണ്. തന്റെ മക്കളുടെ മേൽ സമർത്ഥമായി അവിടുത്തെ അനുഗ്രഹം വർഷിക്കുന്നു. അതാണ് വചനം നമ്മളോട് പറയുന്നത്. ജെറമ്യാ പ്രവചനം 29-ാം അധ്യായം 11, 12, 13 തിരുവചനങ്ങളിൽ ദൈവം പറയുകയാണ്, മക്കളെ, നിങ്ങളെ കുറിച്ച് എനിക്ക് നല്ല പദ്ധതികളുണ്ട്. നിങ്ങളെ കുറിച്ച് എന്ന് പറയുമ്പോൾ എസ്പെഷ്യലി ദൈവത്തെ ആരാധിക്കുവാനായിട്ട് കടന്നു വന്നിരിക്കുന്ന നമ്മെ കുറിച്ചാണ്. ലോകത്തിലുള്ള മുഴുവൻ ജനതകളെ കുറിച്ചല്ല അവിടെ പ്രതിപാദിക്കുക. നിങ്ങളെ കുറിച്ച്, നമ്മെ കുറിച്ച്, ആരാധനയ്ക്കായി കടന്നു വന്നിരിക്കുന്ന നമ്മെ കുറിച്ച് ദൈവത്തിന് മനോഹരമായ പദ്ധതിയുണ്ട് എന്ന് പറഞ്ഞു വെക്കുകയാണ്. അത് നമ്മുടെ ഭാവിയിൽ ഏറ്റവും ശുഭമായ, അനുഗ്രഹപ്രദമായ പദ്ധതിയാണെന്ന് തുടർന്ന് വചനം പറയുകയാണ്. ഇതുവരെ ആ അനുഭവത്തിലേക്ക് എത്താൻ പറ്റിയിട്ടില്ലെങ്കിൽ പ്രിയപ്പെട്ട മക്കളെ ഒന്നോർത്തുകൊള്ളുക, ആരാധനയിൽ എവിടെയോ ചില കുറവുകളും പോരായ്മകളും ഒക്കെ വന്നിട്ടുണ്ട്. ഹൃദയം തുറന്ന് ദൈവത്തെ ആരാധിക്കുവാൻ, അധരം തുറന്ന് ദൈവത്തെ സ്തുതിക്കുവാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ അതേപോലെ തന്നെ അനുഗ്രഹവും ബ്ലോക്കായി എവിടേക്കോ നിൽക്കും. നമ്മുടെ കുടുംബത്തിലേക്കും നമ്മുടെ ജീവിതത്തിലേക്കും അത് കടന്നു വന്നു കൊള്ളണമെന്നില്ല. അതുകൊണ്ട് ദൈവത്തെ കണ്ടെത്തുന്ന അനുഭവമാണ് നമുക്ക് ആരാധനയിലൂടെ വേണ്ടത്. അതാണ് ജെറമ്യാ പ്രവചനം പറയുന്നത്. നിങ്ങളെ കുറിച്ച് എനിക്കൊരു പദ്ധതി, അത് ശുഭമായ പദ്ധതിയാണ്, വലിയ പ്രത്യാശ നൽകുന്ന പദ്ധതിയാണ്. പൂർണ്ണ ഹൃദയത്തോടെ നിങ്ങൾ എന്നെ ആരാധിക്കുമ്പോൾ, എന്നെ സ്തുതിക്കുമ്പോൾ എന്നെ കണ്ടെത്താൻ ഞാൻ ഇടവരുത്തുമെന്ന് തുടർന്ന് വചനം പറയുകയാണ്. ദൈവത്തെ കണ്ടെത്തുക എന്ന് പറയുമ്പോൾ ദൈവാനുഭവത്തിൽ നിറയുക എന്നുള്ളതാണ്. ദൈവത്തിന്റെ മഹത്വം നമ്മിലേക്ക് ഇറങ്ങുക എന്നുള്ളതാണ്. അനുഭവത്തിലേക്കാണ് നമ്മൾ ഉയരേണ്ടത്. വേദനിപ്പിക്കുന്നതായിട്ടുള്ള എല്ലാ അവസ്ഥകളെയും സമർപ്പിക്കുക. പ്രത്യേകിച്ച് രോഗപീഡനങ്ങൾ, രോഗത്തിന്റെ അവസ്ഥകൾ, വിശ്വാസക്കുറവ്, വിശ്വാസത്തിലുള്ള ബലഹീനതകൾ, മന്ദീഭവിച്ചു പോയ ആത്മീയ ജീവിതം, പ്രാർത്ഥിക്കാൻ പറ്റാത്തൊരവസ്ഥ, പ്രാർത്ഥനയിൽ ഒരു വിരക്തി തോന്നുന്നു, തീഷ്ണതയില്ലാത്തൊരവസ്ഥ, ഇങ്ങനെയുള്ള അവസ്ഥകളൊക്കെ ഒന്ന് സമർപ്പിക്കുക. പൂർണ്ണ ഹൃദയത്തോടെ നീ എന്നെ അന്വേഷിക്കുമ്പോൾ എന്നെ കണ്ടെത്താൻ ഞാൻ ഇടവരുത്തും എന്ന് ദൈവമായ കർത്താവ് നമ്മോട് പറയുന്നു. അതാണ് ജെറമ്യാ 29:13 നമ്മൾ കാണുക. പൂർണ്ണ ഹൃദയത്തോടെയുള്ള ആ ഒരു അന്വേഷണമാണ് ആരാധന.
അത് പൂർണ്ണ മനസ്സോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ തന്നെ ആയിരിക്കണം ദൈവത്തെ ആരാധിക്കേണ്ടത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവമായ കർത്താവ് നമ്മളെ വീണ്ടെടുക്കാനും രക്ഷിക്കുവാനും നമ്മളെ വഴി നടത്തുവാനുമായി മനോഹരമായ പദ്ധതി ഒരുക്കി തൻ്റെ ഏകജാതനെ നമുക്ക് നൽകിക്കൊണ്ട് നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായിട്ടും ജീവിതം പൂർണ്ണമായും അനുഗ്രഹിക്കപ്പെടുവാൻ തക്കവണ്ണം തൻ്റെ പുത്രനായ ലോകത്തിന്റെ രക്ഷകനായ യേശു കർത്താവിനെ നൽകിക്കൊണ്ടാണ് തൻ്റെ മഹത്തായ സ്നേഹം പിതാവായ ദൈവം നമ്മോട് കാണിച്ചു. ആ സ്നേഹത്തെ ഓർത്ത്, കാരുണ്യത്തെ ഓർത്ത്, ആ ദിവ്യരക്ഷകനെ ഓർത്ത് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് യേശു കർത്താവിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന മക്കൾ, അവരുടെ കുടുംബം അത് രക്ഷയുടെ അനുഭവത്തിലേക്ക് ഉയരുമെന്ന് ദൈവം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അതിൽ വിശ്വസിക്കുക. മനുഷ്യന്റെ വാക്കല്ല, ദൈവം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ദൈവത്തിന്റെ വാഗ്ദാനത്തിൽ മക്കളെ വിശ്വസിക്കുക. നിന്റെ ജീവിതത്തിൽ പ്രതിബന്ധമായി നിൽക്കുന്ന പ്രശ്നങ്ങൾ, തടസ്സങ്ങൾ സൃഷ്ടിക്കുന്ന അന്ധകാരത്തിന്റെ ശക്തികൾ, കെട്ടുകൾ, മുമ്പോട്ട് പോകാൻ പറ്റാത്ത വിധം മനസ്സിനെ തളർത്തിക്കളയുന്ന ചില സംഭവങ്ങളും പ്രശ്നങ്ങളും, പ്രാർത്ഥിച്ചു മടുത്ത അനുഭവം, പ്രാർത്ഥിച്ചിട്ടും ഉത്തരം കിട്ടാത്ത ചില വിഷയങ്ങൾ, എന്ത് ചെയ്യുമെന്നറിയാതെ പകച്ചു നിൽക്കുന്ന, അല്ലെങ്കിൽ ഇനി എവിടെ പോകും, ഏത് വഴി തിരഞ്ഞെടുക്കും, എന്ത് ചെയ്യും എന്നറിയാതെ ബുദ്ധിമുട്ടി പ്രയാസപ്പെട്ട് നിൽക്കുന്ന ഒരവസ്ഥ, ഇതൊക്കെ നമ്മിലൂടെ കടന്നു പോകുന്ന അവസ്ഥകളാണ്. അതെല്ലാം കർത്താവിന് സമർപ്പിച്ചുകൊണ്ട് ഇപ്പോൾ കണ്ണടച്ചിരിക്കുന്ന അവസ്ഥയിൽ തന്നെ ഇരു കരങ്ങളും ദൈവപിതാവിന്റെ സന്നിധിയിലേക്ക് ഉയർത്തുമ്പോൾ, ദൈവത്തിന്റെ കുഞ്ഞാണ് നീ എന്നുള്ള ആഴമായ ബോധ്യത്തോടെ വിശ്വാസത്തോടു കൂടി വേണം നീ കരങ്ങൾ ഉയർത്താൻ. ഞാൻ കരങ്ങൾ ഉയർത്തിയിരിക്കുന്നത് എൻ്റെ അപ്പന്റെ സന്നിധിയിലേക്കാണ്. എൻ്റെ അപ്പന്റെ നേരെയാണ് ഞാൻ കരങ്ങൾ ഉയർത്തിയിരിക്കുന്നത്. ഉയർത്തിയിരിക്കുന്ന കരങ്ങളിൽ നിന്റെ ഈ പറഞ്ഞ അവസ്ഥകളെല്ലാം നീ ഒന്ന് എടുത്തു വെക്കുക. അനുദിനം നിന്നെ അലട്ടുന്ന പ്രശ്നങ്ങൾ എടുത്തു വെക്കുക. നിന്റെ രോഗപീഡനങ്ങൾ എടുത്തു വെക്കുക. ആരും കാണാൻ കഴിയാത്ത വിധം, അറിയാൻ കഴിയാത്ത വിധം നിന്റെ ഉള്ളിൽ ഇട്ട് നീ അനുഭവിക്കുന്ന ചില നീറുന്ന വേദനകളും പ്രശ്നങ്ങളും നീ ഒന്ന് എടുത്തു വെക്കുക. മനുഷ്യർ മാറ്റി നിർത്തപ്പെട്ട അവസ്ഥ, മറ്റുള്ളവർ കുത്തി കുത്തി മുറിവേൽപ്പിച്ച അവസ്ഥ, എല്ലാവരും അവഗണിക്കപ്പെട്ട അവസ്ഥ, എത്രയോ വേദനകളിലൂടെ നൊമ്പരങ്ങളിലൂടെയൊക്കെ കടന്നു പോയിട്ടുണ്ട്. അതെടുത്തു വെക്കുക. കരങ്ങളിൽ എടുത്തു വെക്കുക. സർവ്വതും എടുത്തു വെക്കുക. കുടുംബത്തെ, ജീവിത പങ്കാളി, കുഞ്ഞുമക്കളുടെ രോഗപീഡനങ്ങൾ, നമ്മുടെ ശരീരത്തിന്റെ രോഗാവസ്ഥകള്, തടസ്സമായി നിൽക്കുന്ന എല്ലാ പ്രതിബന്ധങ്ങളും എല്ലാം എടുത്തു വെക്കുക. ജീവിതത്തിലേക്ക് നോക്കി പകച്ചു നിൽക്കുന്ന അവസ്ഥ, ഫ്യൂച്ചർ എന്താകുമെന്ന് ആകുലപ്പെട്ടിരിക്കുന്ന അവസ്ഥ എടുത്തു വെക്കുക. കർത്താവിന്റെ സന്നിധിയിലേക്ക്, നിന്റെ അപ്പന്റെ സന്നിധിയിലേക്കാണ് നീ എടുത്തു വെക്കുക. ഒരിക്കലും ആ കരങ്ങളപ്പൻ തട്ടിക്കളയുകയില്ല. ഒരു പിഞ്ചു കുഞ്ഞിരു കരങ്ങൾ നീട്ടി അപ്പന്റെ സന്നിധിയിൽ നിന്ന് കരയുമ്പോൾ, പ്രിയപ്പെട്ട മകനെ, മകളെ, ആ അപ്പൻ സ്നേഹവാത്സല്യത്തോടെ ആ കുഞ്ഞിനെ വാരിയെടുത്ത് തന്റെ നെഞ്ചിലേക്ക്, മാറിലേക്ക് ചേർത്തടക്കി പിടിക്കുന്നത് പോലെ നിന്റെ വിഷയങ്ങള് നിന്നെ ഈ സമയം നിന്റെ സൃഷ്ടാവായ ദൈവം ഏറ്റെടുക്കുകയും നിന്നെ ചേർത്ത് പിടിക്കുകയും ചെയ്യും. ഈ സമയം ആ നല്ല ദൈവത്തെ, അത്യുന്നതനായ ദൈവത്തെ, സർവശക്തനായ ദൈവത്തെ, നമ്മളെ അനുഗ്രഹിക്കുന്ന ദൈവത്തെ, സുഖപ്പെടുത്തുന്ന ദൈവത്തെ ഇരു കരങ്ങളും ഉയർത്തി, കണ്ണുകൾ അടച്ച്, നിനക്ക് എത്രമാത്രം സ്വരമുയർത്തി നിന്റെ അപ്പനെ വിളിക്കാമോ, അവനെ ആരാധിക്കാമോ, അവനെ സ്തുതിക്കാമോ, അത്രയും ശബ്ദത്തില് ഇടം വലം നീ ശ്രദ്ധിക്കരുത്. അയ്യോ, അടുത്തിരിക്കുന്ന ആൾ കേൾക്കുമല്ലോ, എന്തു വിചാരിക്കുന്നു, നീ അങ്ങനെ ചിന്തിക്കരുത്. എന്റെ അപ്പൻ എന്തു വിചാരിക്കും ഞാൻ സ്തുതിക്കാതിരുന്നാൽ, എന്റെ ചങ്ക് പൊട്ടി എന്റെ അപ്പനെ വിളിക്കാതിരുന്നാൽ എന്റെ അപ്പൻ എന്ത് വിചാരിക്കുന്നു മാത്രം
ചിന്തിച്ചുകൊണ്ട് നീ ഇപ്പോൾ സ്തുതിക്കട്ടെ, കർത്താവിനെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വരമുയരട്ടെ, സ്വരമുയരട്ടെ. ഓ ഹല്ലേലൂയ. സ്വർഗ്ഗവാസികളോട് ചേർന്ന്, ഭൂവാസികളോട് ചേർന്ന് ഈ ഭക്തികളറിയുന്ന സ്തുതിപ്പ്, ബന്ധനങ്ങൾ പകരുന്ന സ്തുതിപ്പ്, അഭിഷേകത്തിന്റെ ശക്തിയുള്ള സ്തുതിപ്പ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. രോഗപീഠങ്ങൾ വിട്ടുപോകുന്ന സ്തുതിപ്പ്. നസ്രയനായ യേശുവിന്റെ നാമത്തിൽ, അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ, വിശുദ്ധ കുരിശിന്റെ അടയാളത്തിൽ, തിരുവചനത്തിന്റെ അഭിഷേക ശക്തി, തിരുരക്തത്തിന്റെ അമൂല്യ യോഗ്യത, അനന്ത യോഗ്യതയാൽ ഇപ്പോൾ ഈ സമയം എല്ലാ മക്കളിലും ദൈവശക്തിയിലുണ്ട്. ദൈവത്തിന്റെ മഹത്വമുണ്ട്. സൗഖ്യത്തിന്റെ ശക്തികളുണ്ട്. യേശുവിന്റെ നാമത്തിൽ രോഗപീഠങ്ങൾ വിട്ടുപോകും. ഈ സമൂഹത്തിൽ നിന്ന് ഭവനങ്ങളിലുള്ള കത്തികൾ അടിയട്ടെ, വ്യക്തികളിലുള്ള കത്തികൾ അടിയട്ടെ. യേശു നാമത്തിൽ റോമ 16:20 വചനത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. The name of Jesus Almighty. I command you. The name of Jesus. റോമ 16:20 വചനത്തിൽ തടസ്സങ്ങൾ മാറട്ടെ, ബന്ധനങ്ങൾ തകരട്ടെ, വ്യക്തികൾ അഴിയട്ടെ. ശരണമലഹല. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കട്ടെ, 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 സ്തുതിക്കട്ടെ. തുറന്ന്, തുറന്ന്, തുറന്ന് സ്തുതിക്കട്ടെ. എല്ലാം വിട്ടുകൊടുത്ത് സ്തുതിക്കുക. അഭിഷേകത്തിന്റെ ശക്തിയാണ്. ആത്മാവിന്റെ ഒരു ഇടപെടലുണ്ടാകട്ടെ. എല്ലാ ജീവിതങ്ങളും അനുഗ്രഹിക്കട്ടെ. രോഗപീഠങ്ങൾ വിട്ടുപോകട്ടെ യേശുവിന്റെ നാമത്തിൽ. രോഗാണുകൾ നിർവീര്യമാകട്ടെ യേശുവിന്റെ നാമത്തിൽ. കുഞ്ഞുമക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ. യേശു നാമത്തിൽ, യേശു നാമത്തിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ആരാധന, ആരാധന. അപ്പാ, ആരാധിക്കുന്നപ്പാ, സ്തുതിക്കുന്നപ്പാ. സ്വർഗ്ഗത്തിന്റെ ശക്തി ഇറങ്ങുന്നത്, അഭിഷേകത്തിന്റെ കൃപ ഒഴുകുന്നത്. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ശരഹല, ഹല, 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 ഹല. ശരഹല, ഹല, 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 ഹല. ശിവേ, ആരാധന, ആരാധന, ആരാധന. നീ ഇറങ്ങിയത് ഈനായി മലയിലെ പരമപരിശുദ്ധനായ ദൈവത്തിന്റെ മകൻ ഇറങ്ങിയില്ലേ ഈ സമൂഹത്തിലേക്ക്. അബ്രഹാമിന്റെ ദൈവമേ, ഇസ്ഹാക്കിന്റെ ദൈവമേ, യാക്കോബിന്റെ ദൈവമേ, അഗ്നിയിറങ്ങണമേ, അഗ്നിയിറങ്ങണമേ, അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ.
എഴുന്നേറ്റ് കർത്താവിനെ ആരാധിക്കുകയാണ് ചെയ്യുന്നത്. അഭിഷേകത്തോടെ കർത്താവിനെ ആരാധിച്ചു. അഭിഷേകത്തോടെ കർത്താവിനെ ആരാധിച്ചു. അബ്രാഹത്തിന്റെ ദൈവം, ഇസ്ഹാക്കിന്റെ ദൈവം, യാക്കോബിന്റെ ദൈവം, പൂർവ്വപിതാക്കന്മാരുടെ ദൈവത്തെ നമ്മൾ ആരാധിക്കുവാനായിട്ട് ഒരുങ്ങുകയാണ്. പ്രിയമക്കളെ, സ്വർഗം സന്തോഷിച്ചിരിക്കുന്ന സമയം, ഈ സമയത്ത് പൂർണ്ണമായി നിന്നെ ദൈവകരങ്ങളിലേക്ക് കൊടുത്തുകൊണ്ട് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നീ ആരാധിക്കണം. ആരാധനയുടെ മധ്യത്തിലേക്ക് അനുഗ്രഹമായി ഇറങ്ങി വരുന്ന ഒരു ദൈവം, ജീവിക്കുന്ന ഒരു ദൈവം നമ്മുടെ കൂടെയുണ്ട്, നമ്മുടെ കൂടെയുണ്ട്. ആത്മാവിലും സത്യത്തിലും ആരാധിക്കുവാനുള്ള അഭിഷേകം അപ്പോൾ ഈ നിമിഷത്തിന്റെ മകളിലേക്ക് അയക്കണമേ. ജീവനെ
സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു. ഹല്ലേലൂയ. ഈ സമയത്ത് നമ്മുടെ ഭവനം നമ്മുടെ മനസ്സിലേക്ക് ഒന്ന് കാണുക. നമ്മുടെ ഭവനം ആയിരിക്കുന്ന ഇടം ഒന്ന് മനസ്സിലേക്ക് കണ്ടിട്ട് നമ്മുടെ ഭവനത്തിന്റെ 4 ദിക്കുകളെയും ആശീർവദിച്ച് അനുഗ്രഹിച്ച് നമ്മൾ കർത്താവിനെ ആരാധിക്കുക. 4 വശങ്ങളിപ്പോ നമ്മൾ ഇപ്പോൾ കിഴക്കോട്ട് തിരിഞ്ഞു നിൽക്കുന്നു. കിഴക്ക് വശം നമ്മുടെ ഭവനത്തിന്റെ കിഴക്കു വശത്ത് ഉള്ള ആ മേഖലകളെല്ലാം നമ്മൾ ഓർക്കുന്നു. നമ്മുടെ ഭവനത്തിന്റെ കിഴക്ക് വശത്ത് താമസിക്കുന്ന മക്കള് ഉള്ള ഭവനങ്ങൾ ഏതെങ്കിലും വിധത്തിലുള്ള അസ്വസ്ഥതകൾ ആ ദിക്കിൽ നിന്ന് വരുന്നുണ്ടെങ്കിൽ, കിഴക്ക് ദേശത്ത് നിന്ന് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങളുണ്ടെങ്കിൽ ഇപ്പോൾ അത് തമ്പുരാന് നമ്മൾ പൂർണ്ണമായിട്ടും സമർപ്പിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. പരമപരിശുദ്ധനായ ദൈവത്തെ നമ്മൾ വിളിക്കുമ്പോൾ നമ്മുടെ ഭവനത്തിന്റെ കിഴക്ക് വശം ഇത് അനുഗ്രഹിക്കപ്പെടുകയാണ്. നിങ്ങൾ ആത്മന വിശ്വാസത്തോടെ അത് ഏറ്റെടുത്ത് അത് പ്രാർത്ഥനയിൽ സജീവമായിട്ട് പങ്കുകൊള്ളുമ്പോൾ നമുക്ക് വലിയൊരു അനുഗ്രഹം നമ്മുടെ ഭവനത്തിലേക്ക് കടന്നു വരും. കിഴക്ക് വശം എല്ലാവരും കിഴക്കോട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ എല്ലാവരും കിഴക്കോട്ട് തിരിഞ്ഞതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നു. ദൈവമേ അനുഗ്രഹിക്കപ്പെടുന്നു. ബലവാനേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. നേരെ നമ്മൾ പടിഞ്ഞാറ് വശത്തേക്ക് തിരിയും. നേരെ ജസ്റ്റ് ഓപ്പോസിറ്റ്. ഓക്കെ, എല്ലാവരും പടിഞ്ഞാറ് വശത്തേക്ക് തിരിഞ്ഞു നിൽക്കുന്നു. നമ്മൾ കണ്ണുകളടച്ച് നമ്മുടെ ഭവനത്തിന്റെ പടിഞ്ഞാറ് വശം ഒന്ന് സമർപ്പിച്ച് നമ്മുടെ വീടിരിക്കുന്നതിന്റെ പടിഞ്ഞാറ് വശം അവിടെയുള്ള ഭവനങ്ങൾ ഏതെങ്കിലും വിധത്തിലുള്ള നെഗറ്റീവ് എനർജികളൊക്കെ അവിടെ കടന്നു വരുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും അസ്വസ്ഥതകളൊക്കെ നമുക്ക് ആ ഭാഗത്ത് നിന്ന് കടന്നു വരുന്നുണ്ടെങ്കിൽ അതെല്ലാം തമ്പുരാന്റെ കരങ്ങളിലേക്ക് നമ്മൾ സമർപ്പിച്ചുകൊണ്ട് വിശ്വാസത്തോടു കൂടി നമ്മുടെ എല്ലാ നിയമങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് പരമപരിശുദ്ധനായ ദൈവത്തെ നമ്മൾ വിളിക്കുകയാണ്. മക്കൾ, ഇത് ഏറ്റവും വലിയൊരു പ്രാർത്ഥനയാണ്. ദിക്കിന്റെ കെട്ടഴിക്കുന്ന പ്രാർത്ഥനകൾ. ഏതെങ്കിലും വശത്തു നിന്ന് നമുക്ക് നമ്മുടെ കുടുംബത്തിലേക്ക് നെഗറ്റീവ് എനർജികൾ കടന്നു വരുന്നുണ്ടെങ്കിൽ അതെല്ലാം നിർവീര്യമായി പോകുന്ന ഏറ്റവും ശക്തിയുള്ള ഒരു പ്രാർത്ഥനയാണ്. പരമപരിശുദ്ധനായ ദൈവത്തെ വിളിച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്നു. പടിഞ്ഞാറ് വശം സമർപ്പിച്ചുകൊണ്ട് ദൈവമേ പരിശുദ്ധ
നിൽക്കുന്ന റൈറ്റ് സൈഡിലേക്ക് നിൽക്കുന്ന റൈറ്റ് സൈഡിലേക്ക് ഇരിക്കുക. നമ്മുടെ ഭവനത്തെ മനസ്സിൽ കണ്ടുകൊണ്ട് ആ ഭവനത്തിൻ്റെ ആ വലതുവശത്തെ ദിക്ക് നമ്മൾ മനസ്സിലേക്ക് കൊണ്ടുവരിക. അവിടെ നിന്ന് ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഏതെങ്കിലും വിധത്തിലുള്ള എന്ന് പറയാൻ തെക്ക് വശമാകാം അല്ലേ, തെക്ക് വശമാകാം. അപ്പോൾ വടക്ക് വശം സൈഡിലേക്ക് തിരികെ വടക്ക് വശം. ആ വടക്ക് വശത്ത് ഉള്ള ഭവനങ്ങളെ അവിടെ നിന്ന് ഏതെങ്കിലും വിധത്തിലുള്ള അസ്വസ്ഥതകൾ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ വിശ്വാസ ജീവിതത്തെ ഹനിക്കുന്ന രീതിയിൽ ഏതെങ്കിലും വിധത്തിലുള്ള എന്തെങ്കിലും സംഭവങ്ങളോ ഏതെങ്കിലും വ്യക്തികളോ ഒക്കെ താമസിക്കുന്നുണ്ടെങ്കിൽ അവരേക്ക് ഒന്ന് ഓർക്കുക. അനുഗ്രഹത്തിന് തടസ്സമായി എന്തെങ്കിലും ആ ദിക്കിൽ നിന്ന് വരുന്നുണ്ടെങ്കിൽ അതെല്ലാം ഇപ്പോൾ പരമപരിശുദ്ധനായ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നമ്മൾ സമർപ്പിച്ചുകൊണ്ട് ആഴമായ വിശ്വാസത്തോടെ ആ കെട്ടുകളെയും തമ്പുരാൻ ആ കെട്ടുകളെ അഴിക്കും. അത് പൂർണ്ണമായും നമ്മൾ വിശ്വസിച്ചുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുക. നിങ്ങൾ ഓരോരുത്തരുടെയും ഭവനത്തിന്റെ വടക്ക് വശം ഇപ്പോൾ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. നമുക്ക് നേരെ ഓപ്പോസിറ്റ് തിരിയാം. തെക്കുവശം നമ്മുടെ വീട് ഇരിക്കുന്ന അതിൻ്റെ തെക്കുവശവും അതുമായി ബന്ധപ്പെട്ട ഇടങ്ങള്, അയൽപക്കങ്ങള്, ആ സൈഡിൽ നിന്ന് ഏതെങ്കിലും വിധത്തിൽ നമുക്കൊരു ദോഷകരമായ രീതിയിൽ എന്തെങ്കിലും അസ്വസ്ഥതകൾ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ വരാൻ സാധ്യതയുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആ വ്യക്തികളെ, ഭവനങ്ങളെയൊക്കെ നമ്മളിപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്നു. ഹൃദയത്തിലേക്ക് കൊണ്ടുവന്ന കർത്താവിന്റെ സന്നിധിയിൽ അത് സമർപ്പിക്കുന്നു. അനുഗ്രഹത്തിന് തടസ്സമായ എന്തെങ്കിലും അല്ലെങ്കിൽ ആ ഇടത്തു നിന്ന് നമുക്ക് ദോഷകരമായ ഏതെങ്കിലും വിധത്തിലൊരു എനർജി വരുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ തെക്കുവശത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ ഉണ്ടെങ്കിൽ അതിപ്പോൾ വിശ്വാസത്തോടെ സമർപ്പിച്ചുകൊണ്ട് പരമപരിശുദ്ധനായ ദൈവത്തെ
വിളിച്ച് സമർപ്പിച്ച് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. നമുക്ക് നേരെ നിൽക്കാം. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പണ്ടിങ്ങനെ നമ്മൾ പ്രാർത്ഥിച്ചപ്പോൾ വലിയ സാക്ഷ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരു 2 പേര് പറഞ്ഞു ഞാൻ ഓർക്കുകയാണ്. ഇവരുടെ വീടിൻ്റെ ചില വസ്തുവർക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ദോഷങ്ങൾ, ഈ വ്യക്തികളിൽ നിന്നുണ്ടാകുന്ന കൂടെ ഉണ്ടാകുന്ന ശല്യങ്ങൾ, ഇങ്ങനെ പ്രാർത്ഥിച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ അങ്ങനെ ഒരു ശല്യം അവർക്ക് ഉണ്ടായിട്ടില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളത് എത്രമാത്രം വിശ്വാസത്തോടെ ഏറ്റെടുത്തു സമർപ്പിച്ചു എന്നുള്ളതാണ് ഇതിന്റെ പിന്നിലുള്ള മറ്റൊരു വിഷയം. തീർച്ചയായിട്ടും തമ്പുരാന്റെ സാന്നിധ്യം ആ 4 ദിക്കുകളിലും നമ്മൾ വിശ്വാസത്തോടെയാണ് വിളിച്ചതെങ്കിൽ അവിടെ കർത്താവിന്റെ സാന്നിധ്യം വന്ന് നിറയും. അത് വലിയ ഒരു വിടുതലായി, അനുഗ്രഹമായി, രക്ഷയായി മാറുകയും ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഏതെങ്കിലും വിധത്തിൽ നമ്മുടെ കുടുംബത്തെ തകർക്കാൻ, നമ്മുടെ മക്കളെ തകർക്കാൻ നോക്കുന്ന അന്ധകാരത്തിന്റെ ശക്തികൾ ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു ദിക്കിൽ നിന്നായിരിക്കും വരുന്നത്. അത് വ്യക്തികളാകാം, വേറെ ചില അന്ധകാര ശക്തികളാകാം. എന്തു തന്നെയായിരുന്നാലും പരമോന്നതനായ ദൈവത്തിന്റെ ശക്തിക്ക് മീതെ മറ്റൊരു ശക്തിയും പോകത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മക്കള് വിശ്വാസത്തോടെ ഏറ്റെടുത്തോ, ഹൃദയത്തിൽ ഏറ്റെടുത്തോ. നിങ്ങൾക്ക് വലിയ സാക്ഷ്യം കൊടുക്കാൻ തക്കവണ്ണം അനുഭവമായി കർത്താവ് മാറ്റും. സ്വർഗത്തിന്റെ ദൈവം മാറ്റും. ആമേൻ, ആമേൻ പറഞ്ഞ് ഏറ്റെടുത്തോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഇതൊക്കെ ചെയ്യുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. ഇതെല്ലാം ചെയ്യുന്നത് വ്യക്തികളൊന്നുമല്ല, വ്യക്തിയിൽ നിന്നൊന്നും സംഭവിക്കുന്നില്ല. ദൈവത്തിന്റെ ആത്മാവാണ് എല്ലാറ്റിനെയും പുതുക്കി പണിതുകൊണ്ടിരിക്കുക. എല്ലാ കാര്യങ്ങളെയും നമുക്കിപ്പോ ഒരു രോഗപീഡനം, അതിൽ നിന്ന് വലിയൊരു വിടുതൽ, സൗഖ്യം, ഇതെല്ലാം നൽകുന്നത് ദൈവത്തിന്റെ ആത്മാവാണ്. കാരണം പുതുക്കി പണിയുന്ന അവനാണ്. നശിച്ചുകൊണ്ടിരിക്കുന്ന കോശം, അല്ലേ, തളർന്നുകൊണ്ടിരിക്കുന്ന ശരീരഭാഗങ്ങൾ. നോക്കിക്കേ, എൻ്റെ 2 സുഹൃത്തുക്കൾ ഒറ്റ അടിക്ക് സ്ട്രോക്ക് വന്ന്, ഹെവി സ്ട്രോക്ക് വന്ന് തളർന്ന് കിടക്കുകയാണ് രാജഗിരി ഹോസ്പിറ്റലിൽ. ഒരാൾ വീട്ടിലേക്ക് വന്നു, 2 പേരുടെ അടുത്തും പോയി നമ്മൾ പ്രാർത്ഥിച്ച് പോന്നു. കണ്ടോ, നമ്മൾ പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിച്ചു. തളർന്നു പോയ നാഡി ഞരമ്പുകൾ, കോശങ്ങൾ, ഇതിന് ബലം പ്രാപിക്കാൻ ദൈവത്തിന്റെ ശക്തി കടന്നു വരും. മനുഷ്യന്റെ ശക്തികൾക്ക് പരിമിതിയുണ്ട്, ഇല്ലേ? ട്രീറ്റ്മെന്റിന് പരിമിതിയുണ്ട്. മെഡിസിനൊക്കെ ഒരു പരിധി വരെ ദേശത്തുള്ളൂ. അതിനപ്പുറം ചെയ്യാൻ ദൈവത്തിന്റെ ശക്തിക്ക്
കഴിയും. ആ ദൈവശക്തിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് പരിശുദ്ധ ആത്മാവ്, ദൈവത്തിന്റെ ആത്മാവ്, ശക്തി. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, നിങ്ങൾ ജെറൂസലം വിട്ടു പോകരുത്, ഈ ശക്തി ധരിക്കുന്നത് വരെ. ഏത് ശക്തി? പരിശുദ്ധാത്മ ശക്തി ധരിക്കുന്നത് വരെ നിങ്ങൾ വിട്ടു പോകരുത്. യേശു പറഞ്ഞു, ഈ ആത്മാവ് നിങ്ങളിൽ വന്നു കഴിയുമ്പോൾ, ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ദൈവത്തിന്റെ ആത്മാവിനാൽ ശക്തി പ്രാപിച്ച ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു ദുരാത്മാവ് കടന്നു വന്ന അവൻ തളരുവോ? ഒന്നുമില്ല. ദൈവത്തിന്റെ ശക്തിയാണ് അവനിൽ നിറഞ്ഞു നിൽക്കുക. അതുകൊണ്ടാണ് ഊരിപ്പിടിച്ച വാളിന്റെ മുമ്പിൽ തല വെച്ചു കൊടുത്തിട്ട് അല്ലേ അപ്പോസ്തല പ്രമുഖന്മാരും ശിഷ്യ സമൂഹമൊക്കെ ഊരിപ്പിടിച്ച വാളിന്റെ മുമ്പിലേക്ക് നെഞ്ചും പിരിച്ചൊക്കെ അങ്ങോട്ട് കടന്നു എന്ന് അവർ സധൈര്യത്തോടെ പ്രഘോഷിച്ചതും പ്രസംഗിച്ചതുമൊക്കെ ഈ സത്യവചനം, ഈ ലോകത്തിന്റെ രക്ഷകനെ സംഭവിച്ചു. അവർക്ക് ഭയമുണ്ടായില്ല. കാരണം എന്താ? അവരുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന ശക്തി ഏതാ? ദൈവശക്തിയാണ്. പരിശുദ്ധാത്മാവ് ദൈവശക്തിയാണ് അവരിൽ നിറഞ്ഞ് നിൽക്കുക. ആ ദൈവശക്തിയിൽ ആശ്രയിച്ചുകൊണ്ട് അവർ മുമ്പോട്ട് നീങ്ങിയപ്പോൾ ഇതാ ലോകത്തെ മുഴുവനും കീഴ്മേൽ മറിക്കാൻ തക്കവണ്ണം ശക്തി വ്യാപരിക്കാൻ, ദൈവശക്തി വ്യാപരിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തെ പുതുക്കി പണിയുക എന്ന് പറഞ്ഞാൽ അത് ചെയ്യുന്ന ആത്മാവ്. നമ്മുടെ ശരീരത്തിന് ആരോഗ്യം നൽകുക, ആവശ്യമില്ലാത്തതിനെല്ലാം ശരീരത്തിൽ പറിച്ചു കളയുക, രോഗാണുക്കളെ നിർവീര്യമാക്കുക, ശരീരത്തിന് ഓജസ്സും ശരീരത്തിന് വലിയ ശക്തിയൊക്കെ പ്രദാനം ചെയ്യുന്ന ഈ ആത്മാവിന്റെ അഭിഷേകത്തിലും നിറവിലുമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് വിളിച്ചപേക്ഷിക്കുന്നവരുടെ മേൽ ധാരാളമായി വർഷിക്കപ്പെടും. ഒന്നും മാത്രം മതി മക്കളെ, പരിശുദ്ധാത്മ ശക്തി അഭിഷേകം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാറ്റിലും ഒരു പുതുമാണ്. നമ്മൾ ഇടപെടുന്ന വിഷയങ്ങളിലെല്ലാം വ്യത്യസ്തമായ രീതിയിൽ ഒരു ഇടപെടലുണ്ടാകും. കുഞ്ഞുങ്ങളായാലും പഠിക്കുന്ന കുഞ്ഞുങ്ങളൊക്കെ ആയാലും ഈ ആത്മാവ് കൊണ്ട് നിറഞ്ഞ്, പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞ് നിങ്ങൾ പഠിക്കുക. അപ്പൊ നിങ്ങൾക്ക് പഠിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാകും, നന്നായിട്ട് എക്സാം ചെയ്യാൻ പറ്റും. നമ്മളെ ആത്മാവ് ശക്തീകരിച്ച് ബലപ്പെടുത്തി നമ്മൾ മുമ്പോട്ട് നയിക്കും. നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടും. അത് നമ്മൾ ആഗ്രഹിക്കുക. നമ്മൾ 50 കടക്കാനൊക്കെ തുടങ്ങുകയാണ്. തൊട്ടടുത്ത ദിവസങ്ങളിൽ 50 തുടങ്ങുകയാണ്, 16-ാം തീയതി. അപ്പോൾ ദൈവത്തിന്റെ ആത്മാവിനാൽ നിറഞ്ഞ് ശക്തീകരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുമ്പോഴാണ് നമുക്ക് നല്ല രീതിയിൽ നോമ്പെടുത്ത് പ്രാർത്ഥിക്കാൻ, ഉപവസിച്ച് പ്രാർത്ഥിക്കാനൊക്കെ ആയിട്ടുള്ള കൃപ നമുക്ക് ലഭിക്കുക. അതുപോലെ ഈ വചനത്തിന്റെ അഭിഷേകം നമുക്ക് ലഭിക്കുക. നമുക്ക് ആഗ്രഹത്തോടു കൂടി ഒരിക്കൽ കൂടെ നമ്മൾ പ്രാർത്ഥിക്കുകയാണ്, സ്തുതിക്കുകയാണ്. ഇപ്പോ നമ്മൾ കരങ്ങൾ ഉയർത്തി സ്തുതിക്കുമ്പോൾ ഒറ്റ കാര്യം ചോദിക്കാവുള്ളൂ. എന്ത്? പരിശുദ്ധ ആത്മാവിനെ എന്നിലേക്ക്, എന്റെ കുഞ്ഞുങ്ങളിലേക്ക്, എന്റെ ഭവനത്തിലേക്ക്, എന്റെ ജീവിത പങ്കാളിയിലേക്ക് എന്ത് അയക്കണം? പരിശുദ്ധാത്മാവിനെ. മക്കളെ, അല്ലാതെ മാറ്റം വരില്ല. മദ്യത്തിന്റെ അടിമത്തത്തിലായിരിക്കുന്ന മക്കള്, പുകവലിയുടെ അടിമത്തത്തിലായിരിക്കുന്ന മക്കള് നോക്കിക്കേ, നമ്മൾ എന്ത് പ്രായച്ചിത്ത പരിഹാരം ചെയ്താലും അതിന് മാറ്റം വരില്ല. മാറ്റം വരുന്നപ്പോഴാണ് ദൈവത്തിന്റെ ആത്മാവ് അവന്റെ ഉള്ളിലേക്ക് ഇറങ്ങുമ്പോഴാണ് അവന് നന്മയും തിന്മയും വിവേചിച്ചറിയാനായിട്ട് കഴിയുക. നമ്മൾ ശാസിച്ചാലും സ്നേഹിച്ചാലും ശിക്ഷിച്ചാലും ആ തഴക്കദോഷം മാറത്തില്ല. മാറണമെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങണം, സ്വർഗത്തിന്റെ അഗ്നി ഇറങ്ങണം, ശക്തി ഇറങ്ങണം. അത് ഏതൊരു വ്യക്തിയിൽ ഒരു മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു നമ്മൾ, അവിടെ പരിശുദ്ധാത്മാവിന് കൊടുക്കണം. ഒരു വ്യക്തിയുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആ വ്യക്തിയെ പരിശുദ്ധാത്മാവേ നീ അഭിഷേകം ചെയ്യണമേ. ചിന്തകളിൽ, പ്രവൃത്തികളിൽ, വിചാരങ്ങളിലൊക്കെ മാറ്റം പരിശുദ്ധാത്മാവ് വരുത്തും. അതുകൊണ്ട്
നമ്മൾ വിഷമിക്കുന്ന ഏത് വിഷയമാകട്ടെ ആ വിഷയത്തിലേക്ക് പരിശുദ്ധാത്മാവേ നീ ഇറങ്ങി വരണമേ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കും. ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കും. തടസ്സങ്ങളുള്ള മേഖലകള്, ആ മേഖലയിലേക്ക് അപ്പാ നിന്റെ ഈ ശക്തി ഒന്ന് അയക്കണമേ. അപ്പൊ തടസ്സപ്പെടുത്തി ഇരിക്കുന്ന പെട്ടുകിടക്കുന്ന ആ ശക്തിയെ, ആ ദുരാത്മ ശക്തിയെ, ആ അന്ധകാര ശക്തിയെ ഈ പരിശുദ്ധാത്മാവ് തകർക്കണം. അവിടെ മാറ്റങ്ങളുണ്ടാവും, വിടുതലുണ്ടാവും, സൗഖ്യങ്ങളുണ്ടാവും. അല്ല, നമുക്ക് വേറെ ഒരു വഴിയുമില്ല. തമ്പുരാന്റെ വചനപ്രകാരം മറ്റൊരു വഴികളുമില്ല അനുഗ്രഹിക്കപ്പെടാം. കുടുംബ പശ്ചാത്തലം, ജീവിത സാഹചര്യങ്ങള്, തൊഴിൽ, വരുമാന മേഖലകള്, മാർഗങ്ങൾ, ഇതെല്ലാം അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ, നമ്മുടെ ശരീരം, ആരോഗ്യം, ഇതെല്ലാം അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ ആത്മാവ് വരണം. അതാണ് പരിശുദ്ധാത്മാവ് നമ്മെ ഒരു പുതു സൃഷ്ടിയാക്കി മാറ്റി. പക്ഷെ പറഞ്ഞില്ലേ, നീ വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ, അല്ലേ, ആത്മാവിൽ നിന്ന് വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ നീ ഒരു ദൈവ പൈതലാകത്തില്ല, സ്വർഗരാജ്യങ്ങളിൽ കാണാൻ പറ്റത്തില്ല. നീ വീണ്ടും ജനിക്കും. ഈ വീണ്ടും ജനിക്കുന്ന അനുഭവം നമുക്ക് കിട്ടുന്നത് ഈ അഭിഷേകത്തിലൂടെയാണ്, പരിശുദ്ധാത്മാഭിഷേകത്തിലൂടെയാണ്. എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട് ഇന്ന് എന്നിൽ ദൈവാത്മാവ് വന്ന് നിറയണം, പരിശുദ്ധ ആത്മാവ് എന്നിൽ വന്ന് നിറയണം? എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്? എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്? ദൈവത്തിന്റെ ശക്തി എന്നിൽ വന്ന് നിറയണം. ദൈവാത്മാവ് എന്നെ ഇന്ന് പൂർവാധികം ശക്തിയിൽ സ്വർഗത്തിന്റെ അഗ്നിയാൽ ഞാൻ ഉറകൂട്ടപ്പെടണം. അപ്പോസ്തലന്മാർ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചു അല്ലേ? പരിശുദ്ധ അമ്മയോട് ചേർന്ന് അവർ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചു. ഈ ശക്തി ഞങ്ങൾക്ക് നൽകണമേ, ഈ ശക്തിയെ ഞങ്ങളിലേക്ക് അയക്കണമേ. പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു, ആരാധിച്ചു കൊണ്ടിരുന്നു. അത്ഭുതങ്ങൾ സംഭവിച്ചു. സ്വർഗത്തിൽ നിന്നിതാ തീനാവുകളായി, സ്വർഗത്തിൽ നിന്നിതാ തീനാവുകളായി ദൈവത്തിന്റെ ശക്തി അവരിലേക്ക് ഇറങ്ങി. അവര് പുതു സൃഷ്ടിയായി മാറി. പഴയതിനെല്ലാം നിഗളിച്ചു. പിന്നെ ഒരു പഴയ മക്കളല്ല, അവര് പുതിയ മക്കളാണ്, പുതിയ മക്കളായിട്ട് മാറി. നമുക്കും പഴയതിനെ ഇവിടെ നിഗളിക്കണം. എന്നിട്ട് ആത്മാവിൽ ജനിച്ച ഒരു സൃഷ്ടിയായി നമ്മൾ രൂപാന്തരപ്പെടണം. ഹല്ലേലൂയ. ഒന്നാമതായിട്ട് ഇത് ആഗ്രഹിക്കണം, രണ്ടാമതായിട്ട് ഇതെന്നിൽ സംഭവിക്കുമെന്ന് വിശ്വസിക്കണം. അതുകൊണ്ട് കർത്താവേ, എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. നമ്മൾ പ്രാർത്ഥിക്കണം, വിശ്വാസം വർദ്ധിപ്പിക്കണമേ. നീ ആഗ്രഹിക്കുകയും നീ പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ അത് സംഭവിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് നിരാശ വരുന്നത്? എന്തുകൊണ്ടാണ് കുറ്റബോധം വരുന്നത്? എന്തുകൊണ്ടാണ് വലിയ ദുഃഖത്തിന്റെ ഭാരവും കയറി നമ്മൾ ഇങ്ങനെ നടക്കുന്നത്? ദൈവമക്കൾ അങ്ങനെ നടക്കേണ്ടവരാണോ? നമ്മളെ കാണുമ്പോ തന്നെ മറ്റുള്ളവർക്ക് ആ ഒരു പോസിറ്റീവ് എനർജി നമ്മിൽ നിന്ന് അവരിലേക്ക് പോകണം. ആ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നവർ ജീവജലത്തിന്റെ അരുവികൾ ഒഴുകണം എന്നീശോ പറഞ്ഞത് കൊണ്ടാണ്. യോഹന്നാൻ 7:37 വചനങ്ങളിൽ ഈ ജീവജലത്തിന്റെ അരുവി ഒഴുകണം എന്നിൽ നിന്ന്. അപ്പോഴാണ് എന്നെ കണ്ടുമുട്ടുന്ന വ്യക്തികൾ, എന്നോട് സംസാരിക്കുന്ന വ്യക്തികൾ, ഞാനുമായിട്ട് ഇടപഴകുന്ന മനുഷ്യരും സാഹചര്യങ്ങളും, അവരൊക്കെ ഈ ദൈവസ്നേഹത്താൽ പുതിയപ്പെടുന്ന അനുഭവം ഉണ്ട്. ദൈവസ്നേഹത്താൽ പുതിയപ്പെടുന്ന അനുഭവം. അതാണ് ഈശോ പറഞ്ഞത്, പ്രത്യാശ നമ്മൾ ഒരിക്കലും നിരാശരാക്കുന്നില്ല. എന്താ നമ്മുടെ പ്രത്യാശ? ദൈവത്തിന്റെ സ്നേഹം പരിശുദ്ധാത്മാവിലൂടെ ഇതാ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു അല്ലേ? റോമാഞ്ചിന്റെ 5 ചൊരിയപ്പെട്ടിരിക്കുന്നു. ഇത് ആദ്യം ഒന്ന് വിശ്വസിച്ച് നിങ്ങൾ വിശ്വസിക്കും മക്കളെ. നമ്മുടെ ഉള്ളിൽ ഈ ശക്തിയുണ്ട്. ഇതിനെന്ത് ചെയ്യണം? പുതുക്കിപ്പണുകൊണ്ടിരിക്കണം. ഇതിനെ പുതുക്കണം, ആത്മാവിനെ പുതുക്കണം. ഞാനൊരു പുതു സൃഷ്ടിയായി മാറണം. ഇന്ന് ഞാനൊരു പുതു സൃഷ്ടിയായി മാറും. എന്റെ ദൈവം വലിയ കാര്യങ്ങൾ എനിക്ക് വേണ്ടി ചെയ്യും. വലിയ കാര്യങ്ങൾ അവർ ചെയ്യും. കാരണം വാഗ്ദാനങ്ങൾ വിശ്വസ്തനാണ്. അങ്ങനെ ആഗ്രഹിച്ച് വിശ്വസിച്ച് എന്നിട്ട് നിങ്ങൾ
കരങ്ങൾ ഉയർത്തി കണ്ണടച്ച് നിങ്ങളെ സ്തുതിച്ചു, പരിശുദ്ധാത്മാവേ എന്നിൽ വന്ന് നിറയണമേ. ഒരു വ്യക്തി കുടുംബത്തിൽ ആത്മാവിനാൽ പൂരിതയായാൽ എന്താ സംഭവിക്കുക? ആ വ്യക്തിയിൽ നിന്ന് അത് സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കും. അതാ ഈശോ പറഞ്ഞ ജീവജലത്തിന്റെ അരുവികൾ നിന്നിൽ നിന്ന് പൊട്ടിപ്പുറപ്പെടും. 4 ദിക്കുകളിലേക്ക്, 4 വശങ്ങളിലേക്കും പൊട്ടിപ്പുറപ്പെടും. ഇത് കണ്ട് കുടുംബത്തിലുള്ളവരും അയൽപക്കങ്ങളിലുള്ളവരൊക്കെ കർത്താവിനെ മഹത്വപ്പെടുത്താനും കർത്താവിനെ ആരാധിക്കാനും കടന്നു വരാൻ തുടങ്ങും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ എന്ന വ്യക്തി ആത്മാവിനാൽ നിറഞ്ഞാൽ എന്റെ കുടുംബം മുഴുവൻ, അതുകൊണ്ടാണ് വിശ്വസിക്കുക, നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഹല്ലേലൂയ. സക്കേവൂസിന്റെ ജീവിതത്തിൽ കണ്ടത് എന്താ? നമ്മള് സക്കേവൂസിന്റെ ജീവിതത്തിൽ സക്കേവൂസ് മാത്രമാണ് മനസ്സാന്തരപ്പെട്ടത്, ഇല്ലേ? തമ്പുരാന്റെ വചനം ഹൃദയത്തിലേക്ക് ഏറ്റെടുത്ത് ആത്മാവിനെ സ്വീകരിച്ചത്. ഈശോ പറഞ്ഞു, ഇന്ന് ഈ ഭവനത്തിന് രക്ഷ കൈവന്നിരിക്കുന്നു. കണ്ടോ? ആ ഭവനം മുഴുവനും രക്ഷയുടെ അനുഭവത്തിലായി. സക്കേവൂസ് എന്ന ഏക വ്യക്തി വചനം ഹൃദയത്തിലേക്ക് ഏറ്റെടുത്ത് അവന്റെ സ്നേഹം അഥവാ ആത്മാവ് കൊണ്ട് നിറഞ്ഞു കഴിഞ്ഞപ്പോ ഈശോ പറഞ്ഞു, ഇന്ന് ഈ ഭവനം, നമ്മുടെ ഭവനം രക്ഷ പ്രാപിക്കണ്ടേ? നമ്മുടെ ഭവനം രക്ഷ പ്രാപിക്കണ്ടേ? നമ്മുടെ ജീവിതം രക്ഷ പ്രാപിക്കണ്ടേ? വേണമെങ്കിൽ മക്കളെ വിശ്വസിച്ചു ഇത് മറ്റാർക്കുമല്ല, എനിക്ക് രക്ഷ പ്രാപിക്കണം, ഞാൻ അനുഗ്രഹം പ്രാപിക്കണം, അഭിഷേകം പ്രാപിക്കണം, ഞാനൊരു ദൈവവേദനായി മാറണം. ഈ ആഗ്രഹം മനസ്സിലൊന്ന് ഉറപ്പിക്കണം. എന്നിട്ട് നീ കണ്ണടയ്ക്ക് കരങ്ങൾ ഉയർത്തുക. ഇടം വലം എന്ത് സംഭവിക്കുന്നു, എന്ത് നടക്കുന്നു, ഇതൊന്നും കണ്ണു നോക്കണ്ട. ഒരൊറ്റ ആഗ്രഹം, അപ്പാ നിന്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ, അഭിഷേകം ചെയ്യണമേ. എന്റെ കർത്താവേ, 2025 വർഷങ്ങൾക്ക് മുൻപ് ആ സിയോൻ മാളികയിലേക്ക് ഇടിച്ചിറങ്ങിയ അഗ്നിനാവുകൾ, ദൈവത്തിന്റെ ശക്തി, പരിശുദ്ധാത്മ ശക്തി എന്നിലേക്ക്, ഞങ്ങൾ ഓരോരുത്തരിലേക്ക് ഇപ്പോൾ ഈ നിമിഷം അഭിഷേകമായി, വലിയൊരു നിറവായി, തീജ്വാലകളായി ഒന്ന് ഇറക്കണമേ അപ്പാ, ഒന്ന് ഇറക്കണമേ. എസ്തേഫാനോസ് ദർശിച്ചതുപോലെ ആ അനുഭവം ഞങ്ങൾക്ക് ഉണ്ടാകണം. സ്വർഗത്തിന്റെ ശക്തി ദർശിക്കുവാൻ ഞങ്ങൾക്ക് ഇടയായി തീരണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് വിശ്വസിച്ചുകൊണ്ട് എല്ലാ മക്കളും കരങ്ങൾ ഉയർത്തി ശക്തമായിട്ട് സ്തുതിച്ചോ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ,
ഒരു പുതുജീവനിലേക്ക് ദൈവത്തിന്റെ ആഗ്രഹം നൽകിയപ്പോൾ അസ്ഥികൾ ഒന്നിച്ചുകൂടി ഗർഭങ്ങൾ ഓശകളൊക്കെ വച്ചുപിടിപ്പിക്കപ്പെട്ട അവസ്ഥ മഹാസൈന്യം പോലെ ദൈവത്തിന്റെ സൈന്യനില പോലെ ഈ ആത്മാവ് നമ്മുടെ പുതുജീവൻ നൽകും പുതിയ അനുഗ്രഹങ്ങളുടെ ജീവിതത്തിൽ കൊണ്ട് വിശ്വാസത്തോടെ
നന്ദിതയും സ്തുതിയും ആരാധനയും സ്വസ്ഥാനങ്ങളിൽ ഇരുന്നുകൊണ്ട് കണ്ണുകൾ അടച്ച് നമ്മുടെ ഇരുകരങ്ങളും നമ്മുടെ നെഞ്ചോടൊന്ന് ചേർത്ത് വയ്ക്കും. ഇതാ ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ മുഴുവനായി ഏറ്റെടുത്ത് നമ്മളെ ശക്തീകരിച്ച് വിശുദ്ധീകരിച്ച് അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന നിമിഷങ്ങളാണ്. നമ്മുടെ ജീവിതത്തെ ആത്മാവ് ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്ന നിമിഷം. കണ്ണുകളെ അടച്ച് ഇരുകരങ്ങൾ മാറോട് ചേർത്ത് വെച്ച് നിമൗനമായി പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ ആത്മാവ് ഇതാ നമ്മുടെ ശിരസ് മുതൽ പാദം വരെ നമ്മുടെ ഉള്ളിലേക്ക്, നമ്മുടെ ഹൃദയാന്തരഭാഗത്തേക്ക് ദൈവാത്മാവ് അരിച്ചരിച്ചരിച്ചിറങ്ങുകയാണ്. എൻ്റെ ശരീരത്തിൻ്റെ ഓരോ മുക്കിലും മൂലയും ഓരോ കോശങ്ങളിലും ദൈവത്തിൻ്റെ ആത്മാവ് ശക്തി, ദൈവശക്തി വ്യാപരിക്കപ്പെടുക. രോഗത്തിൻ്റെ അണുക്കൾ, രോഗാണുക്കൾ, പീഡിപ്പിക്കുന്ന രോഗാണുക്കൾ ദൈവാത്മാവിൻ്റെ ശക്തിയാൽ നിർവീര്യമാകുന്നു. അത്ഭുതകരമായ സൗഖ്യശക്തി നിന്നിലേക്ക് ഇറങ്ങുകയാണ്. അവനിൽ നിന്ന് ശക്തി പുറപ്പെട്ടു. അവനിൽ നിന്ന് ശക്തി പുറപ്പെട്ടു. ആ ശക്തി എല്ലാവരെയും സൗഖ്യപ്പെടുത്തി. നിന്റെ ഹൃദയാന്തരം